അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 ബുധനാഴ്ച. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യതയുള്ളതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ആശാവർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ തിരികെ ജോലിക്ക് പ്രവേശിച്ചിരിക്കണമെന്നും അല്ലെങ്കിൽ പകരം ആളെ നിയമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി സർക്കാർ ഇറക്കിയ സർക്കുലർ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസിനു മുന്നിലും കത്തിച്ച് പ്രതിഷേധിക്കുമെന്ന് KPCC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M. ലിജു പറഞ്ഞു. നാളെ രാവിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും എല്ലാ പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും ഈ സർക്കുലർ കത്തിച്ച് പ്രതിഷേധിക്കും. മാർച്ച് 3 തിങ്കളാഴ്ച DCCകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനവും നടത്തുമെന്നും ലിജു അറിയിച്ചു. സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ വീണ്ടും പരിഹാസവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം. സമരം നടത്തുന്നത് ഏതോ ഒരു ഈർക്കിൽ സംഘടനയാണെന്നും മാധ്യമശ്രദ്ധ കിട്ടിയപ്പോൾ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും എളമരം കരീം പരിഹസിച്ചു. ആലപ്പുഴയിൽ ആശാവർക്കർമാർ നാളെ നടത്താനിരുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുതെന്ന CITU നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. ആശാവർക്കർമാരുടെ CITU സംഘടനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശമെത്തിയത്. സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്നും എല്ലാം നേടിത്തന്നത് CITU ആണെന്നും ജില്ലാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ശശി തരൂരുമായുള്ള പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തുവന്നു. സങ്കുചിത രാഷ്ട്രീയ ചിന്ത തനിക്കില്ലെന്നും എതിരാളികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ പിന്തുണ നൽകുമെന്നും തരൂർ പറയുന്നു. വിദേശകാര്യ നയത്തിൽ തന്റെ നിലപാട് കോൺഗ്രസ് പാർട്ടി തേടാറില്ലെന്നും തന്നെ പ്രയോജനപ്പെടുത്തണമെന്ന് പാർട്ടിക്ക് തോന്നിയിട്ടില്ലെന്നും അതവർക്ക് തീരുമാനിക്കാമെന്നും ശശി തരൂർ പറയുന്നു. BJPയിലേക്ക് പോകാൻ ആലോചനയില്ലെന്നും തന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പാർട്ടിയല്ല BJP എന്നും തരൂർ വ്യക്തമാക്കി. കേരളത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന നിർദ്ദേശം മറ്റന്നാളത്തെ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. 2 ഏജൻസികളുടെയും AICC സെക്രട്ടറിമാരുടെയും വിലയിരുത്തൽ അനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകും. KPCCയിലെ നേതൃമാറ്റത്തിൽ ഏപ്രിലിനു മുൻപ് തീരുമാനം വന്നേക്കും. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് നേരത്തെ ഒരുങ്ങാനാണ് മറ്റന്നാൾ വൈകിട്ട് പുതിയ AICC ആസ്ഥാനത്ത് കോൺഗ്രസ് നേതൃയോഗം വിളിച്ചിരിക്കുന്നത്. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി സമരം ചെയ്ത CPM നേതാക്കൾക്കെതിരെ കോഴിക്കോടും പോലീസ് കേസെടുത്തു. ഇന്നലെ സംഘടിപ്പിച്ച ആദായനികുതി ഓഫീസ് ഉപരോധത്തിനിടെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് കേസ്. CPM നേതാക്കളായ P. നിഖിൽ, KK ദിനേശൻ, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. സമരത്തിന് നേതൃത്വം കൊടുത്ത A. വിജയരാഘവൻ, ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് തുടങ്ങിയവരെ പ്രതി ചേർത്തിട്ടില്ല. CPM നേതാക്കൾക്കെതിരെ ഭീഷണി പ്രസംഗവുമായി PV അൻവർ MLA. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തലപൊട്ടിക്കുമെന്നാണ് ഭീഷണി. മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണ് ഇതെന്നും ഒളിച്ചുനിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചിട്ടില്ലെന്നും മുന്നിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നും PV അൻവർ പറഞ്ഞു. വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയെന്ന അഫാന്റെ മൊഴി സാധൂകരിച്ച് അന്വേഷണ സംഘവും
കൊലപാതകങ്ങൾക്കിടയിലും അമ്മൂമ്മയുടെ മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. അഫാന്റെ അമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അഫാന്റെ മൊഴിയെടുത്ത് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഉറ്റവരെ അവസാനമായൊന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത പ്രതിസന്ധിയിലാണ് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ 23-കാരൻ അഫാന്റെ പിതാവ് റഹീമെന്ന് റിപ്പോർട്ടുകൾ. ഇഖാമ കാലാവധി തീർന്ന് 2.5 വർഷമായി സൗദിയിൽ യാത്രാവിലക്ക് നേരിടുകയാണ് ഇദ്ദേഹം. റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സാമൂഹ്യ സംഘടനകൾ ശ്രമം തുടങ്ങി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. നിലവിൽ അവർക്ക് ബോധം വന്നിട്ടുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നും ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നും ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൌത്യം ഇന്ന് തുടങ്ങും. 50ഓളം കാട്ടാനകളാണ് പുനരധിവാസ മേഖലയിലുള്ളത്. ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് ഇവയെ തുരത്തുമെന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളുമായി പ്രതിഷേധിച്ചവർക്ക് വനംമന്ത്രി നേരിട്ടെത്തി ഉറപ്പു നൽകിയിരുന്നു. 2 സംഘങ്ങളായി തിരിഞ്ഞാകും വനംവകുപ്പിന്റെ ദൌത്യം. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ നിയമന വിവാദത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി ബോഡി ബിൽഡിംഗ് താരം ഷിനു ചൊവ്വ. കായികക്ഷമതാ പരീക്ഷയിൽ കരുതിക്കുട്ടി പരാജയപ്പെടുത്തിയെന്നും 0.69 സെക്കൻഡ് വ്യത്യാസത്തിന്റെ പേരിലാണ് അയോഗ്യനാക്കിയതെന്നും ഷിനു ചൊവ്വ പറഞ്ഞു. കായികക്ഷമതാ പരീക്ഷ സുതാര്യമല്ലെന്നും താൻ തോറ്റെന്നറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നും ഇനിയും തന്നെ മനഃപൂർവ്വം കൊടുക്കുമെന്ന് സംശയമുണ്ടെന്നും ഷിനു പറഞ്ഞു. വയനാട് ജില്ലാ ആർച്ചറി പരിശീലന കേന്ദ്രത്തിലെ ഹോസ്റ്റലിൽ കായിക താരങ്ങളുടെ ഭക്ഷണത്തിന് മെനു ഉണ്ടെന്നിരിക്കെ പല ദിവസങ്ങളിലും കിട്ടുന്നത് കഞ്ഞിയും ചമ്മന്തിയും എന്ന് പരാതി. ഹോസ്റ്റലിലെ വനിതാ വാർഡനിൽ നിന്ന് മാനസിക പീഡനവും നേരിടേണ്ടി വരുന്നുണ്ടെന്നും പെൺകുട്ടികൾ പറഞ്ഞു. ദേശീയ മത്സരങ്ങളിലടക്കം പങ്കെടുക്കുന്ന കായിക താരങ്ങളാണ് ഇത്തരത്തിൽ അവഗണന നേരിടുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. രാജ്യദ്രോഹികളായ DMKയുടെ ഭരണം തമിഴ്നാട്ടിൽ നിന്ന് തൂത്തെറിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ ഉണ്ടാക്കുമെന്നും അദ്ദേഹം കോയമ്പത്തൂരിൽ പറഞ്ഞു. BJPയുടെ ജില്ലാ ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം ഏറ്റവുമധികം തവണ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്ത്. 84 തവണയാണ് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയത്. 2018 മുതൽ 1ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യയെ തള്ളി ഇത്തവണ മ്യാൻമറാണ് പട്ടികയിൽ 1ാമത്. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യവും സുരക്ഷയും കണക്കിലെടുത്താണ് ഒരു പ്രദേശത്തെയോ ഒരു കൂട്ടം പ്രദേശങ്ങളിലോ ഇന്റർനെറ്റ് സേവനം റദ്ദാക്കുന്നത്. തെലങ്കാനയിൽ CBSE ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും തെലുങ്ക് നിർബന്ധമാക്കാൻ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിദ്യാഭ്യാസ വകുപ്പിനോട് അഭ്യർത്ഥിച്ചു. 2018 തെലങ്കാന ആക്ട് കർശനമായി നടപ്പാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മഹാരാഷ്ട്രയിലെ ബുൽദാന ജില്ലയിലുള്ള ബൊർഗാവ്, കൽവാദ്, ഹിൻഗ്ന എന്നീ ഗ്രാമങ്ങളിൽ നിരവധി പേർക്ക് വലിയ രീതിയിൽ മുടികൊഴിച്ചിലിന് കാരണമായത് റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത ഗോതമ്പെന്ന് റിപ്പോർട്ട്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ച ഗോതമ്പിലുള്ള സെലീനിയത്തിന്റെ ഉയർന്ന തോതിലുള്ള സാന്നിധ്യമാണ് മുടികൊഴിച്ചിലിന് കാരണമെന്ന് പരിശോധനകൾക്ക് ശേഷം വ്യക്തമായി. ജനുവരി 13 പൌഷ് പൂർണിമ ദിനത്തിൽ ആരംഭിച്ച മഹാകുംഭമേള 45 ദിവസത്തിന് ശേഷം മഹാശിവരാത്രി ദിനമായ ഇന്ന് അവസാനിക്കും. മഹാകുംഭമേളയുടെ അവസാന ദിനമായ ഇന്ന് പ്രധാന സ്നാന ദിവസമായ അമൃതസ്നാനത്തിന്റെ അവസാന ദിവസം കൂടിയാണ്. ശിവരാത്രി ദിനത്തിൽ പ്രധാന സ്നാനത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്നാണ് അധികൃതർ വിശദമാക്കുന്നത്. ബഹ്റിനിൽ മിക്ക ഭാഗങ്ങളിലും താപനില ക്രമാതീതമായി കുറയുന്നുവെന്ന് റിപ്പോർട്ട്. ഏറ്റവും കൂടിയ തണുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും 15 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇ-ഗേറ്റ്സ് സേവനത്തിന് തുടക്കം. മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൌദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
മനുഷ്യ ഇടപെടലില്ലാതെ യാത്രാ നടപടിക്രമങ്ങൾ യാന്ത്രികമായി പൂർത്തിയാക്കുന്ന 70 ഗേറ്റുകളുമായാണ് ഈ ഗേറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ അടുത്ത പ്രധാന പരീക്ഷണ പറക്കലിനായി സ്പേസ് എക്സ് ഒരുങ്ങുന്നു. ബോക്ക ചിക്കയിലെ സ്പേസ് എക്സിന്റെ സ്റ്റാർ ബേസിൽ നിന്ന് വെള്ളിയാഴ്ച ഭീമൻ റോക്കറ്റ് 8ാം പരീക്ഷണ പറക്കലിനായി കുതിച്ചുയരും. 7ാം വിക്ഷേപണ പരീക്ഷണം ബഹിരാകാശത്ത് വെച്ചുള്ള പൊട്ടിത്തെറിയിൽ അവസാനിച്ചതോടെ 8ാം പരീക്ഷണം ഏറെ നിർണായകമാണ്. സമ്പന്നരായ വിദേശ പൌരന്മാർക്ക് അമേരിക്കൻ പൌരത്വം നൽകാൻ പുതിയ പദ്ധതിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. $5 മില്യൺ അഥവാ 43.5 കോടി രൂപയ്ക്കടുത്ത് നൽകിയാൽ സമ്പന്നർക്ക് അമേരിക്കൻ പൌരന്മാരാകാം. ഗോൾഡ് കാർഡുകൾ എന്ന പേരിലാണ് ഈ പദ്ധതി ഒരുങ്ങുന്നത്. ഇങ്ങനെ വാങ്ങിയ ഗോൾഡ് കാർഡിനെ പതിയെ ഗ്രീൻ കാർഡ്, റെസിഡൻസി സ്റ്റാറ്റസും അമേരിക്കൻ പൌരത്വവും നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ തുടക്കത്തിലെ തകർച്ചയിൽ നിന്ന് കരകയറി വിദർഭ ഭേദപ്പെട്ട സ്കോറിലേക്ക്. നിലവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എന്ന നിലയിലാണ് വിദർഭ. ഒരു ഘട്ടത്തിൽ 3-24 റൺസ് എന്ന നിലയിലായിരുന്ന വിദർഭയെ 4ാം വിക്കറ്റിൽ ഒന്നിച്ച ഡാനിഷ് മാലേവാർ, കരുൺ നായർ സഖ്യമാണ് രക്ഷിച്ചെടുത്തത്. സെഞ്ചുറി നേടിയ മാലേവാർ 104 റൺസോടെയും കരുൺ 47 റൺസോടെയും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ക്രീസിലുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.